അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹജ്ജ് വളരെ ലളിതമാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഹജ്ജിൻ്റെ പ്രതിഫലം ലളിതമല്ല. ഹജ്ജിനുള്ള പ്രതിഫലം നബി തിരുമേനി പഠിപ്പിച്ചത് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന എന്നാണ്. സ്വീകാര്യയോഗ്യമായ പുണ്യകരമായ ഹജ്ജ്, അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. മറ്റൊരിക്കൽ നബി പറഞ്ഞു, തിന്മകൾ ചെയ്യാതെ ഹജ്ജ് ചെയ്തു വരുന്ന ഒരുത്തൻ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, തൻ്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് മടങ്ങി വരിക എന്ന്. എങ്കിൽ സഹോദരങ്ങളെ, ഏതാണ് ഈ ഹജ്ജ്? ഇത്രമാത്രം പ്രതിഫലം കിട്ടുന്ന ഈ ഹജ്ജ് ഏതാണ്? അത് ഹജ്ജിൻ്റെ ശാരീരിക ചലനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല. ഹജ്ജ് സത്യത്തിൽ അത് അതിൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ലക്ഷ്യം വളരെ വലുതാണ്. അത് നാം പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ ഹജ്ജ് നിർവഹിച്ചാൽ വിശ്വാസി നേരത്തെ പറഞ്ഞ സ്വർഗത്തിൻ്റെ ഉടമയായി മാറും. 3 തലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഹജ്ജ് കർമ്മത്തിന് മുമ്പുള്ളതാണ്. ഹജ്ജിനോടുള്ള സ്നേഹവും അതിനായി കാത്തിരിക്കാനുള്ള ആവേശവും നമുക്ക് കിട്ടും. എന്താണ് ഹജ്ജ്, എന്തിനാണ് ഹജ്ജ് എന്ന് നാം മനസ്സിലാക്കിയാൽ. രണ്ടാമത്തേത് കർമ്മത്തിനിടയിലാണ്. കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ, അറഫയിൽ പ്രാർത്ഥിക്കുമ്പോൾ, മുസ്ദലിഫയിൽ കിടന്നുറങ്ങുമ്പോൾ, മിനായിൽ രാത്രി താമസിക്കുമ്പോൾ അത് ഒരു ചടങ്ങല്ല, മറിച്ച് അതിലൂടെ അള്ളാഹുവുമായുള്ള ആത്മീയ ബന്ധത്തിൻ്റെ മാധുര്യമാണ് നാം അനുഭവിക്കേണ്ടത്. അത് നാം അനുഭവിക്കും ഹജ്ജ് എന്തിനാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ. മൂന്നാമതായി കർമ്മത്തിന് ശേഷമാണ്. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അനുഭവിക്കും, ദർശിക്കും. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ജീവിതം അള്ളാഹുവിൻ്റെ വഴിയിൽ സമർപ്പിക്കുവാനും ഹജ്ജ് അവനെ പ്രാപ്തനാക്കും. ഇതാണ് സത്യത്തിൽ ഹജ്ജ്. അള്ളാഹുവിൻ്റെ വിരുന്നുകാരായി അവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്ന ഈ യാത്ര അതിമനോഹരമാണ്. അതിലുള്ള ഓരോ രംഗങ്ങളും അതിമനോഹരമാണ്. നമ്മെ സ്വർഗത്തിന് പ്രാപ്തനാക്കുന്ന, നമ്മുടെ ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ നിഷ്കളങ്കനാക്കുന്ന പരിശുദ്ധമായ ഒരു കർമ്മം. സുഹൃത്തുക്കളെ, ഇതിൻ്റെ സ്പിരിച്വൽ ഡൈമെൻഷൻ, അതിൻ്റെ ആത്മീയ വശം അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഹജ്ജിൻ്റെ മഖാസിദുകളെക്കുറിച്ച്, ലക്ഷ്യങ്ങളെക്കുറിച്ച് നാം അറിയണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ പഠന പരമ്പര. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹജ്ജ് അല്ലാഹു പഠിപ്പിച്ചതുപോലെ, തിരുമേനി കൽപ്പിച്ചതുപോലെയുള്ളതാക്കി മാറ്റിത്തരുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട ഈ പഠന പരമ്പരയിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഹജ്ജിൻ്റെ 5 മഖ്സദുകളാണ്, 5 ലക്ഷ്യങ്ങൾ. ആ 5 ലക്ഷ്യങ്ങൾ നമുക്ക് പരിപൂർണമായി ലഭിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് തൗഹീദാണ്. രണ്ടാമത്തേത് ഇത്തിബാഉ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ ചെയ്യലാണ്. മൂന്നാമത്തേത് തഖ്വയാണ്. ഹജ്ജിന് ശേഷം നമുക്ക് തഖ്വയുള്ള ജീവിതമുണ്ടാകണം. നാലാമത്തേത് ദിക്റുള്ളയാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഹജ്ജിന് ശേഷം ഉണ്ടാകണം. ഏറ്റവും അവസാനത്തേത് മുസ്ലിങ്ങളുടെ ഐക്യമാണ്. ഈ 5 കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള നമ്മുടെ പഠന പരമ്പരയിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഹജ്ജിൻ്റെ ഈ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് ഹജ്ജിൻ്റെ പരിപൂർണമായ പ്രതിഫലം, സ്വർഗമെന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഒന്നുകൂടി ഞാൻ ചേർത്ത് പറയുകയാണ്, ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാകാൻ അതിൻ്റെ കർമ്മശാസ്ത്രവശം മാത്രം ശരിയായാൽ മതിയാവുകയില്ല. നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ ചെക്ക് ലിസ്റ്റിലുള്ളത് നമ്മുടെ കർമ്മപരമായ കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ എഴുതി വച്ചിട്ടുള്ളത് ദുൽഹജ്ജ് 8-ന് മിനയിൽ നിൽക്കണം, 9-ന് അറഫയിൽ പോകണം, 10-ന് വീണ്ടും മിനയിലേക്ക് തിരിച്ചു വരണം, 9-ന് രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കണം.
ഇങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതിന് പകരം നമ്മുടെ കയ്യിലുണ്ടാകേണ്ട ചെക്ക് ലിസ്റ്റ്, ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട, രേഖപ്പെടുത്തേണ്ട ചെക്ക് ലിസ്റ്റാണ്. ആ ചെക്ക് ലിസ്റ്റ് ഈ നമ്മൾ വിശദീകരിക്കുന്ന 5 ലക്ഷ്യങ്ങളായിരിക്കണം. ഈ 5 മഖ്സദുകൾ എനിക്ക് ഈ ഹജ്ജിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു ചെക്ക് ലിസ്റ്റിലൂടെ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.